നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചക്കകം നൽകാൻ DGPക്ക് നിർദ്ദേശം. തിരുപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. കഴിഞ്ഞ ദിവസം തകർന്ന കലുങ്കിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഒരാഴ്ചക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കും. പാവർട്ടിയിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1100 രൂപയും ഹെൽപ്പർക്ക് 980 രൂപയും നൽകാനാണ് ധാരണ. പൊളിച്ചിട്ട റോഡ് കട്ട വിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലയങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെ ഉണ്ടായിരുന്നത് 4 പേർ മാത്രമാണെന്നും മുഖ്യമന്ത്രി. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചക്കകം നൽകാനാണ് DGPക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കസ്റ്റഡി മർദ്ദനത്തിനിരയായ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VS സുജിത്തും നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവ് വർഗീസും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും കണ്ട് പരാതി നൽകിയിരുന്നു. സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശശിധരൻ, സന്ദീപ്, ഷുഹൈർ, സജീവൻ എന്നീ പോലീസുകാർക്കെതിരെയാണ് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സുജിത്തിന് ഉറപ്പു നൽകിയിരുന്നു. 2023 സുജിത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. നിയമസഭയിൽ വിഷയം ചർച്ചയായതോടെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുൻ സർക്കാർ നിർബന്ധിതരായി. എന്നാൽ അതിനുശേഷമുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതിനിടെ സുജിത്ത് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്ന് 4 പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. തന്നെ കസ്റ്റഡിയിൽ മർദ്ദിച്ച 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് സുജിത്തിന്റെ പ്രധാന ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മലക്കപ്പാറ റോഡിൽ ആനക്കയത്തിനും അമ്പലപ്പാറയ്ക്കുമിടയിൽ തകർന്ന കലുങ്ക് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഒരാഴ്ചക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് നീക്കം. 8 മാസം മുൻപ് തകർന്ന കുമ്മാട്ടിക്കലുങ്കാണ് ബലപ്പെടുത്തുന്നത്. അടിഭാഗത്ത് തോട്ടിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ കരിങ്കല്ലും മണ്ണും നിറയ്ക്കും. തുടർന്ന് പുറംഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യും. ഇതിന് 7 ദിവസം വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത്. പഴയ കലുങ്ക് പുതുക്കി നിർമ്മിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സാധാരണയേക്കാൾ 6 മടങ്ങ് അധികം തുകയ്ക്കുള്ള കൊട്ടേഷനുകൾ ലഭിച്ചതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ വന്നു. ബദലായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഞായറാഴ്ച രാത്രി തകർന്നത്. ഇപ്പോൾ മലക്കപ്പാറ റൂട്ടിൽ സർവീസ് ബസ്സുകൾ ഒഴിച്ചുള്ള എല്ലാ വാഹന ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നും വാഴച്ചാൽ വരെയാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയും. KSRTC അടക്കം സ്വകാര്യ ബസ്സുകൾ കുമ്മാട്ടിയിൽ വെച്ച് യാത്രക്കാരെ ഇറക്കി സർവീസ് നടത്തുകയാണ്. പഴയ കലുങ്ക് ബലപ്പെടുത്തിയാലും എത്ര നാൾ ഇതിനെ ആശ്രയിച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. കാലവർഷത്തിൽ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ കലുങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. TCV ചാലക്കുടി. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയും സർവീസ് റോഡുകളും വീതി കൂട്ടുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ദേശീയപാത അധികൃതരുടെ അനുമതി ലഭിച്ചാൽ പ്രവൃത്തികൾക്ക് നഗരസഭാ സഹായങ്ങൾ നൽകുമെന്ന് ചെയർപേഴ്സൺ ആലീസ് ഷിബു അറിയിച്ചു. സർവീസ് റോഡിൽ സിഗ്നൽ സ്ഥാപിക്കൽ, വൺ വേ ഏർപ്പെടുത്തൽ എന്നീ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. വൈസ് ചെയർമാൻ KV പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആനി പോൾ, ജിയോ കിഴക്കുംതല, ഷിഫ സന്തോഷ്, ലിജി ജോജി, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, ജിൽ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടിയിൽ ഭീമമായ കൂലി വർധന ആവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. ലേബർ ഓഫീസർ, പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കരാറുകാർ, തൊഴിലുടമകൾ എന്നിവർ ഉൾപ്പെട്ട യോഗത്തിലാണ് മിനിമം കൂലി ധാരണയായത്. കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളികളും കരാറുകാരും തമ്മിൽ കൂലി സംബന്ധിച്ച് തർക്കം സംഘർഷാവസ്ഥയിലെത്തിയത് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും നൽകാനാണ് ധാരണയായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ പറഞ്ഞു. ഇവിടെ ആളുകൾ കുറവുണ്ട് എന്നുള്ളതിന്റെ മുതലെടുത്തുകൊണ്ട്
1200, 1500, 1600 വരെ ചില ദിവസങ്ങളിലൂടെ കൂലി പറയുന്ന അവസ്ഥയാണുള്ളത്. വളരെ കുറച്ച് ആളുകളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കാരണം ഇവിടെയുള്ള ബിൽഡിംഗ് പണി നടത്തുന്ന കോൺട്രാക്ടേഴ്സിനും മറ്റൊക്കെ വലിയ ബാധ്യതയാണ് ഇത് പറ്റിയിരിക്കുന്നത്. ഒരിക്കലും കൂലി കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. മൊത്തത്തിൽ എല്ലാവർക്കും അത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഇങ്ങനെ കൂലി കൂടുന്നത് നിർമ്മാണ മേഖലയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടുതൽ കൂലി തൊഴിലുടമകൾ നൽകരുതെന്ന് യോഗം അഭ്യർത്ഥിച്ചു. നിശ്ചയിച്ച മിനിമം കൂലി ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എഴുതി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കരാറുകാരുടെ നേതൃത്വത്തിൽ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നിർമ്മാണ മേഖലയിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് 935 രൂപയും ഹെൽപ്പർക്ക് 845 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ച കൂലിയെന്ന് ലേബർ ഓഫീസർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയി തിരിച്ചെത്തിയ അതിഥി തൊഴിലാളികൾ പൊടുന്നനെ കൂലി 1400 മുതൽ 1600 വരെ ആവശ്യപ്പെട്ട് സമരം നടത്തുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി നിർമ്മാണ മേഖലയിലെ കരാറുകാരും എഞ്ചിനീയർമാരും തൊഴിലുടമകളും രംഗത്തെത്തിയതോടെ സംഘർഷാവസ്ഥ സംജാതമായിരുന്നു. നിർമ്മാണ മേഖല സാമഗ്രികളുടെ വിലക്കയറ്റം മൂലം തളർച്ചയിലാണെന്നും ഭീമമായ കൂലിവർധന കൂടി ഈ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയില്ലെന്നും കരാറുകാർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെയാണ് പാവർട്ടി പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത്. പാവർട്ടി പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV പാവർട്ടി. പൊളിച്ചിട്ട റോഡ് കട്ടവിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ടിലായതോടെ സമീപത്ത് വീടുകളിലേക്ക് കടക്കാനോ വാഹനങ്ങൾക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയാണ്. 2.5 മാസം മുൻപ് റോഡിൽ വിരിച്ച ഗുണനിലവാരമില്ലാത്ത കട്ട പൊളിച്ചുമാറ്റി പുതിയത് വിരിക്കൽ പാതി വഴിയിൽ മുടങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. പണി നടക്കുന്ന ഭാഗത്ത് കാനകളില്ലാത്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കട്ടകൾ മാറ്റിയ ഭാഗത്തെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുണ്ട്. ആഴ്ചകളായി ഈ സ്ഥിതിക്ക് മാറ്റമില്ല. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പഴയ കട്ടകൾ മാറ്റി പുതിയവ ഇറക്കിയിട്ടുണ്ടെങ്കിലും കരാറുകാരൻ പണി തുടങ്ങിയിട്ടില്ല. വേനൽ മഴ ശക്തമായതോടെ റോഡിലൂടെ യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. ചെളിയും വെള്ളവും കുഴികളിൽ നിറഞ്ഞതോടെ റോഡിൽ അപകടങ്ങളും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ റോഡ് വെള്ളത്തിനടിയിലായി. ഭരത റോഡിന്റെ കയറ്റമുള്ള ഭാഗം പതിവായി തകരുന്നതിനാൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. റോഡിന്റെ വശം 1 അടിയോളം താഴ്ചയുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വലിയ വാഹനങ്ങൾക്ക് വശം ഒഴിഞ്ഞുകൊടുക്കാൻ ഇരുചക്ര വാഹനങ്ങൾക്കും സാധിക്കാത്ത സ്ഥിതിയാണ്. ഗതികെട്ട് നാട്ടുകാർ തന്നെ റോഡിന്റെ വശങ്ങൾ മണ്ണിട്ട് നികത്തി. ഉയർന്ന ഭാഗത്തു നിന്നും റോഡിലേക്ക് എത്തുന്ന വെള്ളം ശാസ്ത്രീയമായി ഒഴുക്കാൻ ഇവിടെ സംവിധാനമില്ല. ആലയങ്ങാട് ഭരത റോഡ് ശാസ്ത്രീയമായി പണി പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു ടുലിപ്സ് സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
തന്റെ ദർശനത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളെ തടഞ്ഞിട്ടില്ല. കള്ളക്കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ VIP ദർശനമില്ല. തനിക്കറിയാം ഇതൊക്കെ വിവാദമാകുമെന്ന്. 1000 രൂപ അടച്ചിട്ടാണ് ദർശനം നടത്തിയത്. തനിക്കൊപ്പം 4 പേർ മാത്രമാണ് ഉണ്ടായത്. താൻ ഇനി അമ്പലത്തിൽ പോകരുതെന്ന് ആരും പറയരുത്. ആദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നത്. ഉപദേവതകളെ തൊഴാൻ പോയപ്പോൾ ഭക്തരെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞപ്പോൾ അവരെ തടയരുതെന്ന് താനാണ് ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്. കള്ളക്കഥയാണ്. ഇതൊക്കെ ഉണ്ടാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. അത് എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല ദർശനം നടത്തിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങളും മുൻനിർത്തിയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. നെയ്വിളക്ക് ചീട്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ യാതൊരുവിധ വിലക്കും നിലവിലില്ല. പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചവരെ പ്രത്യേക ക്യൂ ദർശനം അനുവദിക്കാറില്ല. എന്നാൽ നെയ്വിളക്ക് വഴിപാടിലൂടെ പ്രത്യേക ദർശനം അനുവദിക്കാറുണ്ട്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ 5 പേർക്ക് ഒന്നിച്ചു കയറാൻ സാധിക്കുന്ന 4500 രൂപയുടെ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുകയായിരുന്നു. ടിക്കറ്റ് താൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ ഷീട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഗൺമാൻ, കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണൻ, പോലീസിന്റെ ലൈസൺ ഓഫീസർ കൃഷ്ണകുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്നിവരടങ്ങുന്ന സംഘം ദർശനം നടത്തിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം വഴിയമ്പലത്ത് ചത്ത നിലയിൽ കണ്ട നായയുടെ ജഡം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടിയേറ്റ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും തുടർ വാക്സിനേഷൻ കൃത്യമായി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വാർഡ് മെമ്പർ PC മനോജ്, പഞ്ചായത്ത് ജീവനക്കാരായ നാസർ, ജസീൽ എന്നിവർ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മണ്ണുത്തി മുല്ലക്കരയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റ കരുണനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി ഭാഗത്തുനിന്നും പട്ടിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് കാന വൃത്തിയാക്കുകയായിരുന്ന തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകട സമയത്ത് 5 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. മണ്ണുത്തി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടമുണ്ടാക്കിയ വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആറ്റൂർ മനപ്പടിയിൽ KSRTC ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. മുള്ളൂർക്കര വാടവരമ്പ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. സ്വകാര്യ ബസ്സും ബൈക്കും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കാനായി സ്വകാര്യ ബസ് നിർത്തിയതാണ് അപകടത്തിന് കാരണമായത്. ബസ് അപ്രതീക്ഷിതമായി റോഡിന് നടുവിൽ നിർത്തിയതോടെ തൊട്ടുപിന്നിൽ വന്നിരുന്ന ഇരുചക്ര വാഹനം ബസിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതേസമയം തന്നെ ബൈക്കിന് തൊട്ടുപുറകിലുണ്ടായിരുന്ന പിക്കപ്പ് വാൻ ബൈക്കിന് പിന്നിലിടിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡ് നിർമ്മാണ കരാർ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ ഉപരോധ സമരം നടത്തി. നഗരസഭയുമായി റോഡ് നിർമ്മാണ കരാർ ഉണ്ടാക്കിയിരുന്ന ഓറിയന്റൽ കമ്പനിക്കെതിരെയാണ് സമരം നടത്തിയത്.
ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂർ പ്രദേശത്തെ പുഴകളിൽ നിന്നും എടുക്കുന്ന മണ്ണ് ദേശീയപാതയിലേക്ക് കൊണ്ടുപോയിരുന്നത് നഗരസഭയുടെ റോഡുകളിലൂടെയാണ്. അമിതഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം മൂലം റോഡുകൾ തകർന്ന നിലയിലായി. ഇതേ തുടർന്ന് 5 റോഡുകൾ പുനർനിർമ്മിച്ച് നൽകുന്നതിന് ഓറിയന്റൽ കമ്മിറ്റി നഗരസഭയുമായി കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് LDF സമരം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, PN രാമദാസ്, KM രതീഷ്, ലതാ ഉണ്ണികൃഷ്ണൻ, റസോജ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയിൽ റംബുട്ടാൻ മധുരം നിറയുന്നു. റോഡിന്റെ ഇരുഭാഗത്തും കച്ചവടം പൊടിപൊടിക്കുകയാണ്. കിലോയ്ക്ക് 200 മുതൽ 300 രൂപ വരെയാണ് വില. സംസ്ഥാനത്ത് പരിയാരം പഞ്ചായത്തിനെയാണ് റംബൂട്ടാന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നു. വൻകിട തോട്ടങ്ങളും കാണാം. 2 പതിറ്റാണ്ട് മുമ്പ് പരിയാരത്ത് തുടക്കമിട്ട റംബൂട്ടാൻ കൃഷി പിന്നീട് മേലൂർ, കോടശ്ശേരി പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചു. അങ്ങനെ ചാലക്കുടി റംബൂട്ടാന്റെ നാടായി മാറി. ഇവയുടെ തൈകൾ വിൽക്കുന്ന നഴ്സറികളും ധാരാളമുണ്ട്. മറ്റു ജില്ലകളിലേക്ക് പടർന്നെങ്കിലും ചാലക്കുടിയിലെ റംബൂട്ടാന്റെ രുചിയും മാധുര്യവും മറ്റൊരിടത്തും കിട്ടുന്നില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. തൊട്ടടുത്തുള്ള സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മൾ കൊടുക്കാറ്. ഇത് സാധാരണ നമ്മളെ പരിയാരം പഞ്ചായത്തിലാണ് കൂടുതലായിട്ട് സുലഭമായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ മേലൂർ പഞ്ചായത്തിൽ നല്ല രീതിയിൽ കർഷകർക്കൊരു സഹായം എന്നോണം നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെയ് മാസത്തിലാണ് റംബൂട്ടാൻ വിളവെടുക്കുന്നത്. വിളവെടുപ്പ് കാലത്ത് വവ്വാലാണ് കർഷകന്റെ പൊതുശത്രു. രാത്രിയിൽ പറന്നെത്തുന്ന ഇവ ഓരോ ദിവസവും നൂറുകണക്കിന് പഴങ്ങൾ റാഞ്ചും. പകൽ കാക്കകൾ ഉൾപ്പെടെയുള്ള മറ്റു പക്ഷികളും ഭീഷണിയാണ്. മരം നൈലോൺ വല കൊണ്ട് മൂടിയാണ് കർഷകർ പക്ഷികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത്. TCV ചാലക്കുടി. മാള പൂപ്പത്തിയിൽ കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. വടമ സ്വദേശി ഫ്രാൻസിസിന്റെ പോത്താണ് പൂപ്പത്തിയിലെ അറപ്പാട്ട് പ്രിൻസിന്റെ കിണറ്റിൽ വീണത്. അടുത്തിടെ നിർമ്മിച്ച കിണറിൽ 1 മീറ്ററോളം വെള്ളമുണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാസേന ഓഫീസർ B സുൽഫിക്കർ കിണറിലിറങ്ങി പോത്തിനെ വടത്തിൽ കെട്ടി. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ കെട്ടി ഉയർത്തുകയായിരുന്നു. ഫയർ ഓഫീസർമാരായ KG ജിതിൽരാജ്, MD അരുൺദാസ്, അഖിൽ T ബാബു, TT ഷെഫീഖ്, E ജോൺസൺ, CT സണ്ണി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു. MLA K രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. 4, 5, 6, 9, 10 വാർഡുകൾ ചേരുന്ന സ്ഥലമാണ് ചുവന്ന മണ്ണ്. ഇവിടെ ദേശീയപാത മുറിച്ചു കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രദേശവാസികൾക്ക് സുഗമമായ റോഡ് മുറിച്ചു കടക്കാൻ കാറ്റിൽ അണ്ടർപാസേജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു. DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ്, സമരസമിതി നേതാക്കളായ റെജി പാണംകുടി, TS ബിനോഷ്, ജോയ് മേലേച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഈ കമ്പനിയും ഉദ്യോഗസ്ഥർ അമ്പലത്തിലേക്ക് പോകുവാൻ, സ്കൂളിലേക്ക് പോകുവാൻ, അതിലേക്ക് പോകുന്നില്ല. ഒരു മനസ്സായിരിക്കും. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഗുരുപ്രണാമവും വേദജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പഠിതാക്കൾ ദക്ഷിണ നൽകി ആദരിച്ചു. കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിരാത്ര മഹായാഗത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ വിവേക് D ഷേണായിക്കാണ് വേദജ്യോതി പുരസ്കാരം നൽകിയത്. 12,345 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങിയ പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ ഇരുനിലങ്ങോട്ട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സമ്മാനിച്ചു. അഷ്ടപതി ആചാര്യൻ ജ്യോതിദാസ് ഗുരുവായൂർ, ഗായകൻ K മോഹനകൃഷ്ണൻ, മദ്യമയക്കുമരുന്ന് വിരുദ്ധ പ്രചരണ പ്രവർത്തനത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച ലളിത മോഹൻരാജ് അശ്വത് എന്നിവരെ ആദരിച്ചു. GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, GNSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ.
സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകി വെങ്കിടങ്ങളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. 7ാം വാർഡിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളായ നിഷ രമേശ്, രാധിക രതീഷ് എന്നിവർക്കാണ് 1 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണ കൈച്ചെയിൻ ലഭിച്ചത്. പുതുവീട്ടിൽ അലിയുടെ ഭാര്യ സബീനയിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് ചാക്കിൽ നിന്നാണ് ആഭരണം ലഭിച്ചത്. പതിവ് പോലെ ശേഖരിച്ച മാലിന്യം തരംതിരിക്കുന്നിടയിലാണ് ആഭരണം കവറിൽ നിന്നും താഴെ വീണത്. ഉടൻ തന്നെ ആഭരണം സബീനയ്ക്ക് കൈമാറി. 1 മാസം മുൻപാണ് ആഭരണം കാണാതായത്. വീട്ടുടമയുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വർണ്ണാഭരണം കണ്ടെത്തി തിരികെ നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളായ നിഷയും രാധികയും പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ട് കുറച്ചു കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് വാർഡിലിറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ നിന്നും അലി എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിൽ നിന്ന് അലി പുതുവീട്ടിൽ അവരുടെ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് 1 മാസത്തോളമായി നഷ്ടപ്പെട്ട ഒരു സ്വർണ്ണമാണ് നമുക്ക് കണ്ടുകെട്ട് കിട്ടിയത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവർ കവർ തരികയും യൂസർ ഫീ അടച്ചതിന് ശേഷം അവരകത്ത് കയറി പോവുകയും ചെയ്തു. നമ്മൾ വീടുകളിൽ നിന്ന് സ്പോട്ട് സെഗ്രിഗേഷനാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് കരയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ കൈച്ചെയിൻ കണ്ടുകിട്ടി. ഗുരുവായൂരിൽ മലയാളം കാലിഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ചുമർചിത്ര പഠന കേന്ദ്രവും DC ബുക്സും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് EK നാരായണൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VB സാബു, സെക്രട്ടറി TP ബിജി, ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന EK നാരായണൻ, M നളിൻബാബു എന്നിവർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഉപഹാരം സമ്മാനിച്ചു. ഓട്ടോറിക്ഷയിൽ കടയിലേക്ക് പോയ 3.5 വയസ്സായ കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപം താമസിക്കുന്ന കൂരാട്ടുതൊടി വീട്ടിൽ അയ്യൂബിന്റെ മകളുടെ കുട്ടിയുടെ കഴുത്തിൽ ധരിച്ചിരുന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് നഷ്ടമായത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. കാഞ്ഞാണി പെരുമ്പുഴ മുതൽ കണ്ടശാങ്കട വരെയുള്ള 3 കിലോമീറ്ററോളം ദൂരം സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലെയും പാഴ്ചെടികളും പുല്ലുകളും വെട്ടിമാറ്റി ക്ലീൻ മണലൂരിന് തുടക്കമായി. 11 വാർഡുകളിൽ നിന്നായി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളും ഹരിതകർമ്മ സേനാ പ്രവർത്തകരും ഉൾപ്പെടെ 100-ലേറെ പേർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ പ്രസന്ന മനോജ്, വിലാസിനി വേണുഗോപാൽ, അമ്പിളി ശശി, വിനീത് പാറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ച കണ്ടശാങ്കടവ് പവനിയിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങും. 10 വാർഡുകളിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുക്കും. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് കൊടിയേറ്റത്തിന് മുഖ്യകാർമ്മികനായി. ഫാദർ ജിയോ പുലിക്കോട്ടിൽ സഹകാർമ്മികനായിരുന്നു. ട്രസ്റ്റിമാരായ ജോഷി തോമസ്, TV ആൻഡോ, AC ജെയിംസ്, കൺവീനർമാരായ PV വിൻസെന്റ്, പോളി ജോസ്, PV പിയൂസ്, TM ജോസ്, CG ജോജു, MD ജോയ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഈ മാസം 30, 31 തീയതികളാണ് തിരുനാൾ. തൃശൂരിൽ നടന്ന 6ാമത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക ചാമ്പ്യനായി. തുടർച്ചയായ 16ാം വർഷമാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിക്കുന്നത്. 2019 ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോൾദാസ് ലോകതലത്തിലെ മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 20 വയസ്സ് മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന പോൾദാസ് പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായിട്ടുണ്ട്. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി വിജയാഘോഷം സംഘടിപ്പിച്ചു. മണത്തല മുല്ലത്തറയിൽ നിന്നാരംഭിച്ച റാലി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നഗരം ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ C ഗോപപ്രതാപൻ, CH റഷീദ്, KV ഷാനവാസ്, OKR മണികണ്ഠൻ, RV അബ്ദുൾ റഹീം, അരവിന്ദൻ പല്ലത്ത്, KJ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ DEO രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ഡോക്ടർ സാബു തോമസ് ക്ലാസിന് നേതൃത്വം നൽകി.
കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിയും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും തിരുനാൾ ആഘോഷങ്ങളും ചൊവ്വാഴ്ച ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നവദേവാലയ കൂദാശയും ഇടവക കാര്യാലയ വെഞ്ചരിപ്പും ബിഷപ്പുമാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും. വികാരി ഫാദർ വിൽസൺ പെരേപ്പാടൻ, ട്രസ്റ്റിമാരായ വർഗീസ് പാണാട്ടുപറമ്പിൽ, ജോൺ പാണാട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ ജെൻസൺ പാണാട്ടുപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുഴൂർ കുണ്ടൂരിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീണു. കണിയംകൊട്ടിൽ ശാന്തിയുടെ വീടാണ് തകർന്നത്. അപകട സമയത്ത് ശാന്തയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ സ്ഥലം സന്ദർശിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാൻ DGPക്ക് നിർദ്ദേശം. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. കഴിഞ്ഞ ദിവസം തകർന്ന കലുങ്കിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഒരാഴ്ചയ്ക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കും. പാവർട്ടിയിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ ഇടപെട്ട് പഞ്ചായത്ത് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1,100 രൂപയും ഹെൽപ്പർക്ക് 980 രൂപയും നൽകാനാണ് ധാരണ. പൊളിച്ചിട്ട റോഡ് കട്ടവിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലയങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ടിലായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെ ഉണ്ടായിരുന്നത് 4 പേർ മാത്രമാണെന്നും മുഖ്യമന്ത്രി. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി.